ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ് ഇംഗ്ലീഷിലെ എ പീസ് ഓഫ് കേക്ക് എന്ന യൂണിറ്റിൻ്റെ തുടർച്ചയായിട്ട് റീഡ് ആൻഡ് റിജോയ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ. ഒരു കഥയാണ് ലില്ലി ആൻഡ് ദ ബെയർ, ലില്ലിയും കരടിയും. അപ്പം നമുക്ക് ലില്ലി ആൻഡ് ദ ബെയർ എന്ന കഥ, ആ സ്റ്റോറി നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് ഈ വീഡിയോയ്ക്ക് നൽകാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ഓക്കെ. ലില്ലി ഹാഡ് എ ടോയ്. ലില്ലിക്ക് ഒരു പാവ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡി ബെയർ. അതെന്തായിരുന്നു? അതൊരു മനോഹരമായ ടെഡി ബെയർ ആയിരുന്നു. ഇറ്റ്സ് നെയിം വാസ് ബെല്ല. അതിൻ്റെ പേര് ബെല്ല എന്നായിരുന്നു. ബെല്ല ഹാഡ് ഷൈനിങ് ബ്ലൂ ഐസ്. ബെല്ലയ്ക്ക് തിളങ്ങുന്ന നീല കണ്ണുകളുണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് എ റെഡ് ക്യാപ്പ് ആൻഡ് എ ബ്രൗൺ ടൈ. അതിന് ഒരു ചുവന്ന തൊപ്പിയും ബ്രൗൺ ടൈയും ഉണ്ടായിരുന്നു. ബെല്ല കുഡ് മേക്ക് എ വൂപ്പ് വൂപ്പ് സൗണ്ട്. ബെല്ലയ്ക്ക് വൂപ്പ് വൂപ്പ് എന്ന ശബ്ദമുണ്ടാക്കാൻ കഴിയും. വൺ ഡേ ലില്ലി ഫൗണ്ട് ബെല്ല മിസ്സിങ്. ഒരു ദിവസം ബെല്ലയെ കാണാനില്ലെന്നാണ് മനസ്സിലായി. ഷി ഫെൽറ്റ് സാഡ്. ലില്ലിക്ക് ഭയങ്കര സങ്കടമായി. അവൾക്ക് സങ്കടമായി. ഷീ സെർച്ച്ഡ് ഫോർ ഇറ്റ് എവ്രിവെയർ, എല്ലായിടത്തും അവൾ അതിനെ തെരഞ്ഞു. ലില്ലി ഫൗണ്ട് ബെല്ലാസ് റെഡ് ക്യാപ്പ് നിയർ ദ ഗേറ്റ്. ലില്ലി ബെല്ലയുടെ ചുവന്ന തൊപ്പി ഗേറ്റിൻ്റെ അടുത്ത് കിടക്കുന്നത് കണ്ടു. ഷീ സോ ദ ഫുട് പ്രിന്റ്സ് ഓഫ് എ ബിഗ് ബെയർ there. അവൾ അവിടെ ഒരു വലിയ കരടിയുടെ കാൽപ്പാടുകൾ കണ്ടു. ഐ മസ്റ്റ് ഫൈൻഡ് മൈ ബെല്ല. എനിക്ക് എൻ്റെ ബെല്ലയെ കണ്ടുപിടിക്കണം. ലില്ലി ടുക്ക് സം ബൺസ് ആൻഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇൻ ഹെർ ബാഗ്. അവൾ അവളുടെ ബാഗിൽ കുറച്ച് ബണ്ണും ഒരു കുപ്പി വെള്ളവും എടുത്തു. ഷി സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫോളോയിങ് ദ ഫുട് പ്രിന്റ്സ്. അവൾ ആ ഫുട് പ്രിന്റ്സിനെ പിന്തുടർന്ന് നടന്നു. കാൽപ്പാടുകൾ കണ്ട വഴിയെ അവൾ നടന്നു. ലില്ലി റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ. അവളൊരു കാട്ടിലെത്തി, അടുത്തുള്ള ഒരു കാട്ടിൽ എത്തി. ഷി സോ എ ബിഗ് ബെയർ സിറ്റിംഗ് അണ്ടർ എ ട്രീ. ഒരു വലിയ കരടി ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്നത് അവൾ കണ്ടു. ബെല്ല വാസ് ഇൻ ഇറ്റ്സ് ഹാൻഡ്സ്. ബെല്ല അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ കയ്യിൽ ബെല്ലയുണ്ടായിരുന്നു. ദാറ്റ്സ് മൈ ടെഡി, ഗിവ് ഇറ്റ് ബാക്ക്, ലില്ലി സാഡ്. അത് എൻ്റെ ടെഡിയാണ്, അതിന് ഇങ്ങോട്ട് തിരിച്ചു തരൂ. നോ, ദ ബിയർ ഗ്രൗൾഡ്. നോ, തരില്ല എന്നാണ്. ഐ വാണ്ട് മൈ ബെല്ല ബാക്ക്, ലില്ലി ഷൗട്ടഡ്. എനിക്കെൻ്റെ ബെല്ലയെ തിരികെ വേണം, ലില്ലി ഉറക്കെ പറഞ്ഞു. ടേക്ക് ഇറ്റ് ഫ്രം മീ ഇഫ് യു ക്യാൻ, സെഡ് ദ ബെയർ. നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്ക്, കരടി പറഞ്ഞു. ഐ വിൽ, ലില്ലി സെഡ് ബോൾഡ്ലി. ഞാൻ എടുക്കും, എനിക്കതിന് കഴിയും, ലില്ലി ധൈര്യത്തോടെ പറഞ്ഞു. ആർ യു സോ സ്ട്രോങ്? നീ അത്ര ശക്തയാണോ? ദെൻ പ്രൂവ് ഇറ്റ്. എന്നാൽ തെളിയിക്ക്. ഷുവർ, സെഡ് ലില്ലി. ഉറപ്പായിട്ടും ഞാൻ തെളിയിക്കും. ദ ബെയർ ടുക്ക് എ സ്റ്റോൺ. കരടി ഒരു കല്ലെടുത്തു. ഹി ക്രഷ്ഡ് ഇറ്റ് ഇൻ ടു പീസസ്. അവനത് കയ്യിലിട്ട് ഞെരിച്ച് പീസാക്കി. ലുക്ക് ഹൗ സ്ട്രോങ് ഐ ആം. നോക്ക്, ഞാൻ എത്ര ശക്തിയുള്ള ആളാണെന്ന് നീ കണ്ടില്ലേ? ക്യാൻ യു ഡു ദിസ്? നിനക്കിങ്ങനെ ചെയ്യാൻ കഴിയുമോ? ചാലഞ്ച്ഡ് ദ ബെയർ.
വേറെ ലില്ലിനെ വെല്ലുവിളിച്ചു, ചാലഞ്ച് ചെയ്തു. ഓഫ് കോഴ്സ് സെഡ് ലില്ലി. അപ്പം ലില്ലി പറഞ്ഞു, തീർച്ചയായിട്ടും ഞാനും അങ്ങനെ ചെയ്യും. ലില്ലി ഹാഡ് ആൻ ഐഡിയ. ലില്ലിക്കൊരു സൂത്രം തോന്നി. ഷി ടുക്ക് എ ബൺ ആൻഡ് വെറ്റ് ഇറ്റ് സീക്രറ്റ്ലി. എന്നിട്ട് ആ ബണ്ണെടുത്തിട്ട് അത് നനച്ചു. കരടി കാണാതെ കേട്ടോ. വെറ്റ് ഇറ്റ് സീക്രറ്റ്ലി. ദെൻ ഷി പ്രസ്ഡ് ദ ബൺ വിത്ത് ഹെർ ഹാൻഡ്സ്. എന്നിട്ട് ആ ബണ്ണ് അവളുടെ കൈ കൊണ്ടിങ്ങനെ പൊടിച്ചു, ക്രഷ് ചെയ്തു. വാട്ടർ ഡ്രിപ്പ് ഡൗൺ ഫ്രം ഇറ്റ്. എന്താ ഉണ്ടായത്? അപ്പോൾ ആ ബണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഡ്രിപ്പായി, തുള്ളി തുള്ളിയായി വീണു. ലുക്ക്, ഐ ക്യാൻ സ്ക്യൂസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ, സെഡ് ലില്ലി. നോക്ക്, എനിക്ക് കല്ല് പിഴിഞ്ഞ് അതിൽ നിന്ന് വെള്ളം വരുത്താൻ കഴിയും. ഓ, ഷീ ഈസ് സ്ട്രോങ്ങർ ദാൻ മീ, ദ ബെയർ വണ്ടേർഡ്. ഓ, ഇവൾ എന്നേക്കാൾ ശക്തിയാണ്. കരടി അത്ഭുതപ്പെട്ടു അത് കണ്ടിട്ട്. ദ ബെയർ പ്ലേഡ് അനദർ ട്രിക്ക്. ഇപ്പോൾ ബെയർ മറ്റൊരു ട്രിക്ക് പ്രയോഗിക്കുകയാണ്. ഹി പോയിന്റഡ് ടു എ ലാർജ് ഹണികോംബ് ഓൺ എ റോക്ക്. അവൻ ഒരു പാറയുടെ മുകളിലുള്ള ഒരു തേനീച്ചക്കൂട് കാണിച്ചു. ലുക്ക് ദർ, ബ്രിങ് ദാറ്റ് ഹണികോംബ് ടു മീ. ഇഫ് യു വിൻ യു വിൽ ഗെറ്റ് ദ ടെഡി ബാക്ക്. അപ്പോൾ നോക്ക്, ആ കോമ്പ് ഇങ്ങോട്ട് കൊണ്ടുപോവാ, ആ തേനീച്ചക്കൂട് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇഫ് യു വിൻ, നീ അതിൽ വിജയിച്ചാൽ, യു വിൽ ഗെറ്റ് ദ ടെഡി ബാക്ക്, നിനക്ക് നിന്റെ ടെഡിയെ തിരിച്ചു കിട്ടും. ദാറ്റ്സ് സോ സിമ്പിൾ, സെഡ് ലില്ലി. ഓ, ഇത് വളരെ നിസ്സാരമാണല്ലോ, ലില്ലി പറഞ്ഞു. ഷി ടുക്ക് എ സ്ലിംഗ് ഷോട്ട് ഫ്രം ഹെർ ബാഗ്. അവൾ സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ തെറ്റാലി, കവണ എന്നൊക്കെ പറയില്ലേ, അവൾ ഒരു കവണ എടുത്തു ബാഗിൽ നിന്ന്. ഷീ ഷോട്ട് എ സ്റ്റോൺ ടുവേർഡ്സ് ദ ഹണികോംബ്. അവൾ ആ ഹണികോമ്പിനെ ലക്ഷ്യമാക്കിയിട്ട് ആ കല്ല് തൊടുത്തു വിട്ടു. ദ ഹണികോംബ് ഫെൽ ഡൗൺ. തേനീച്ചക്കൂടെ താഴെ വീണു. സ്വീറ്റ് ഹണി സ്പ്ലാഷ്ഡ് ആൾ അറൗണ്ട്. തേന് ചുറ്റും തെറിച്ചു. സ്വീറ്റ് ഹണി, മധുരമുള്ള ഹണി ചുറ്റും തെറിച്ചു. ഹുറായ് ഹണി, ഹുറായ് ഹണി. ദ ബെയർ ത്രൂ ദ ടെഡി അവേ ആൻഡ് റഷ്ഡ് ടുവേർഡ്സ് ദ ഹണികോംബ്. അവൻ ടെഡിയെ ദൂരെ എറിഞ്ഞിട്ട് ഹണികോമ്പിൻ്റെ അടുത്തേക്ക് ഓടി. യു ആർ സ്ട്രോങ്ങർ ദാൻ മീ. ടേക്ക് യുവർ ടെഡി ആൻഡ് താങ്ക് യു ഫോർ ദ ഹണി, സെഡ് ദ ബെയർ. നീ എന്നേക്കാൾ ശക്തിയാണ്, നിന്റെ ടെഡിയെ എടുത്തോളൂ, ആൻഡ് താങ്ക് യു, ഹണി തന്നതിന് താങ്ക് യു. ലില്ലി ടുക്ക് ബെല്ല ആൻഡ് വെന്റ് ഹോം ഹാപ്പിലി. ലില്ലി ബെല്ലയും എടുത്തുകൊണ്ട് ഹാപ്പിയായി വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ സ്റ്റോറി? ബെല്ലയുടെയും ടെഡിയുടെയും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? എന്താണ് നമുക്കിതിന്ന് മനസ്സിലാവേണ്ടത്? ഒരു വലിയ ബെയറാണ് അല്ലേ ലില്ലി ഒരു ചെറിയ കുട്ടിയാണ്. എന്നിട്ടും അവളുടെ ബെയറിനെ, അവളുടെ ടെഡിയെ തിരിച്ചെടുക്കാൻ വേണ്ടി അത്രയും ധൈര്യത്തോടു കൂടിയാണ് ബെയറിനോട് സംസാരിച്ചതും പ്രവർത്തിച്ചതും അല്ലേ. ഇപ്പം നമുക്ക് എല്ലാവർക്കും ആവശ്യമായ ഒന്നാണ് ധൈര്യം, കറേജ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനം, ഇതിൻ്റെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഈ കഥ മാത്രം മതി, കഥ ആസ്വദിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.